കർണാടകയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. കർണാടകയിലെ ഹുൻസൂരിൽ വെച്ചാണ് അപകടം നടന്നത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 12 മണിയോടെയാണ് ബസ് നിയന്ത്രണം വിട്ടത്. നിയന്ത്രണം വിട്ട ബസ് കുത്തനെ മറിയുകയായിരുന്നു. ADGP MR അജിത് കുമാറിനെതിരെയായുള്ള വിജിലൻസ് അന്വേഷണം വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ട് നടത്തും. IG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം ഇന്ന് രൂപീകരിക്കും. കേസെടുക്കാതെയുള്ള പ്രാഥമിക പരിശോധനയാവും ആദ്യഘട്ടത്തിൽ നടത്തുക. സുപ്രീം കോടതി വിധികൾ പ്രാദേശിക ഭാഷകളിലേക്ക് മൊഴിമാറ്റാൻ ഇനി AI. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള 37,000 സുപ്രീം കോടതി വിധികൾ AI-യുടെ സഹായത്തോടെ മൊഴിമാറ്റും. ഭരണഘടനയുടെ അംഗീകാരമുള്ള പ്രാദേശിക ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്യുക. പ്രതിമാസ വൈദ്യുതി ബിൽ ഉടൻ നടപ്പാക്കുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഇക്കാര്യം റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പുതിയ രീതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വൻകിട ഉപഭോക്താക്കളിലായിരിക്കും പുതിയ രീതി നടപ്പാക്കുക.